ലോകത്തിന് മുന്നിൽ ഒരു സമാധാന രാഷ്ട്രം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു മഹാശക്തിയാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നപ്പോൾ ലോകരാജ്യങ്ങൾക്കറിയാതിരിക്കാൻ അതിന് സ്മൈലിംഗ് ബുദ്ധ എന്ന രഹസ്യനാമം നൽകിയിരുന്നു. ഈ സ്വപ്നത്തിന് തുടക്കം കുറിച്ചത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഹോമി ജെ ഭാഭയാണ്. അദ്ദേഹം ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്നു. പക്ഷേ യഥാർത്ഥ ട്വിസ്റ്റ് വന്നത് 1998-ലാണ്. രാജസ്ഥാനിലെ പൊഖ്രാൻ മരുഭൂമിയിൽ ഇന്ത്യ അതീവ രഹസ്യമായി 5 ആണവ പരീക്ഷണങ്ങൾ നടത്തി. ഇത് പൊഖ്രാൻ 2 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിലേറ്റവും അത്ഭുതകരമായ കാര്യം, അമേരിക്കയുടെ അത്യാധുനിക സാറ്റലൈറ്റുകൾ പോലും ഈ പരീക്ഷണം മുൻകൂട്ടി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശാസ്ത്രജ്ഞർ സൈനിക യൂണിഫോം ധരിച്ചു, രാത്രിയിൽ മാത്രം പ്രവർത്തിച്ചു, പകൽ മണൽ കൊണ്ട് എല്ലാ അടയാളങ്ങളും മറച്ചു. ഈ ദൗത്യത്തിന് പിന്നിൽ നിന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം, ഇന്ത്യയുടെ മിസൈൽ മാൻ. ഇന്ത്യയുടെ ആണവ ആയുധങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. ഭൂമിയിൽ നിന്നും, ആകാശത്തിൽ നിന്നും, സമുദ്രത്തിൽ നിന്നും, എവിടെയും നിന്ന് പ്രതികരിക്കാൻ കഴിയും. ഇതിനെ ന്യൂക്ലിയർ ട്രയാഡ് എന്നാണ് വിളിക്കുന്നത്. മറ്റൊരു അത്ഭുതകരമായ സത്യവുമുണ്ട്. ഇന്ത്യയിലെ ചില മിസൈലുകൾക്ക് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വരെ എത്താൻ കഴിയും. എന്നാൽ ഇന്ത്യയുടെ ആണവ നയം വളരെ വ്യക്തമാണ്. ആദ്യം ഉപയോഗിക്കില്ല. അതായത് ഇന്ത്യ ഒരിക്കലും ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല. പക്ഷെ ആരെങ്കിലും ആക്രമിച്ചാൽ മറുപടി അതിശക്തമായിരിക്കും. ഈ മുഴുവൻ ശക്തിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, മറ്റും ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ പോലുള്ള സ്ഥാപനങ്ങളാണ്. ഇന്ത്യയുടെ ആണവശക്തി ഒരു ഭീഷണിയല്ല, ഒരു മുന്നറിയിപ്പാണ്. ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു, പക്ഷെ ഞങ്ങളെ പരീക്ഷിക്കരുത്. ഇതാണ് ഇന്ത്യയുടെ ആണവശക്തിയുടെ കഥ. ശക്തിയും ശാസ്ത്രവും സുരക്ഷയും ചേർന്ന് ഒരു മഹത്തായ യാത്ര.